To view this video in English, please click the link given above. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന ചാപ്റ്റർ തുടരാം. ഇനി നമുക്ക് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്താണെന്ന് നോക്കാം. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ECG. അപ്പോൾ ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉള്ളപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ കൃത്യമാണോ എന്നറിയാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ECG. അപ്പോൾ ECG എന്ന് പറയുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാഫാണ്. നമ്മൾ ECG എത്ര പേര് ECG എടുത്തിട്ടുണ്ടെന്ന് കൈവക്കിക്കേ. ഓക്കെ, ECG എടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ECG കണ്ടിട്ടെങ്കിലും ഉണ്ടായിരിക്കും അല്ലേ. നമുക്കൊരു ചാർട്ട് പേപ്പറിൽ ഒരു ഗ്രാഫാണ് ഒട്ടിച്ചിരുന്നത്. ആ ഗ്രാഫിൽ കുറേ ഇങ്ങനെ ഇതുപോലത്തെ വരച്ചിരിക്കും. അപ്പോൾ ആ ഗ്രാഫിനെ പറയുന്ന പേര് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നാണ്. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് വിചാരിക്കും, ഈ മെഷീൻ ഇലക്ട്രോ കാർഡിയോഗ്രാമും ആ കിട്ടുന്ന റിസൾട്ട് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ല, തിരിച്ചാണ്. നമ്മൾ ചെയ്യുന്ന മെഷീനാണ് ഗ്രാഫ്. ഓക്കെ, നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. ഇനി നമ്മൾ എപ്പോഴെങ്കിലും ഈ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അവർ മെയിനായിട്ട് അവരുടെ കയ്യിൽ ചെറിയ ലീഡ്സ് ഉണ്ട്. ആ ലീഡ്സ് എടുത്തിട്ട് നമ്മുടെ 2 റിസ്റ്റിലും ലെഫ്റ്റ് ആങ്കിൾ കാൽപാദത്തിലുമാണ് വെക്കുന്നത്. ഇത് സാധാരണ ഒരു സ്റ്റാൻഡേർഡ് ECGക്ക് ഈ 3 ലീഡ്സ് ആണുള്ളത്. ഇനി ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇതിലൊക്കെ വേറെ കൂടുതൽ ലീഡ്സ് വരുന്നുണ്ട്. പക്ഷേ ഇത് ബേസിക് ആയിട്ട് ഈ 3 ലീഡ്സ് ആണ് നമുക്ക് വേണ്ടത്. ഇത് വെച്ചിട്ട് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ആ മെഷീനിൽ നമുക്ക് കുറച്ച് വേവ്സ് കിട്ടും. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ECGയിൽ ഈ 3 പീക്സ് ആണ് ഉള്ളത്. ആദ്യത്തേത് P വേവ് എന്ന് പറയും. ഈ P വേവ് റെപ്രസെന്റ് ചെയ്തത് ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ. ഏട്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പർ ചേംബർ ഓഫ് ദി ഹാർട്ട് അല്ലെ. ഹാർട്ടിന്റെ മുകളിലുള്ള ചേംബറാണ് ഏട്രിയ. അവർ ബ്ലഡിനെ സ്വീകരിച്ച് താഴേക്ക് വെൻട്രിക്കിൾസിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ ഏട്രിയ കൺട്രാക്ട് ചെയ്യും. നമ്മൾ ഏട്രിയൽ സിസ്റ്റളി എന്ന് പറയും അല്ലെ. അങ്ങനെ കൺട്രാക്ട് ചെയ്ത് ബ്ലഡ് പുഷ് ചെയ്യും. അതാണ് P വേവ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ ഉടനെ എന്ത് പറ്റും? വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യും. അതായത് വെൻട്രിക്കുലർ സിസ്റ്റളി എന്ന് പറയും. ആ സമയത്ത് നമ്മുടെ ഏട്രിയ റിലാക്സ് ആവും. അപ്പോൾ വെൻട്രിക്കുലർ സിസ്റ്റളി ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാരണം അത് വെച്ചിട്ടാണ് ബ്ലഡ് നമ്മുടെ ലങ്സിലോട്ട് പൾമനറി ആർട്ടറി വഴിയും ബ്ലഡ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എയോട്ട വഴിയും കയറി പോകുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു വെൻട്രിക്കുലർ സിസ്റ്റളി മീൻസ് വെൻട്രിക്കുലർ കൺട്രാക്ഷൻ ഓർ ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു കോംപ്ലക്സ് ഓഫ് വേവ്സ് ആണ്. അതിനെ പറയുന്ന പേര് QRS കോംപ്ലക്സ്. ഇനി അടുത്ത് വരുന്നത് T വേവ് ആണ്. കാരണം വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്തിരിക്കുകയല്ലേ, ബ്ലഡ് മുകളിലോട്ട് കയറി. ഇനി എന്ത് ചെയ്യണം? വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്യണം. അതാണ് എന്ത്? നമ്മുടെ T വേവ്, റീപോളറൈസേഷൻ ഓഫ് ദി വെൻട്രിക്കിൾസ്. അപ്പോൾ ഒരു ഡോക്ടർക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഒരു മിനിറ്റിൽ ഈ ECG ചെക്ക് ചെയ്യുമ്പോൾ QRS കോംപ്ലക്സ് എത്രയുണ്ടെന്ന് നോക്കുക. 72 പ്രാവശ്യം കാണിക്കുന്നെങ്കിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് എത്രയാണ്? 72 ആണെന്ന് മനസ്സിലാക്കാം. അതേപോലെ എല്ലാവരുടെ ECGയും നോർമൽ ആയിട്ടുള്ള ഹാർട്ടിൻ്റെ പ്രവർത്തനമാണെങ്കിൽ ഇതുപോലെ തന്നെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ഒരാളുടെ ECG കാണുമ്പോൾ ഇതിൽ ഏതിലെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റിന് അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് ഡോക്ടർക്ക് പെട്ടെന്ന് അത് മനസ്സിലാകും. ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിന് കുറച്ച് വ്യത്യാസമുണ്ട്. അത് എവിടെയാണ് നോക്കുക. ഇപ്പോൾ QRS കോംപ്ലക്സിലാണ് വരുന്നതെങ്കിൽ അപ്പോൾ ചിലപ്പോൾ അവിടെ ആയിരിക്കും ഹാർട്ട് വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യാനായിരിക്കും ചിലപ്പോൾ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ റിലാക്സേഷൻ കുറച്ച് ഡിലേ വരാം. ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒരു ഹാർട്ടിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ECGക്ക് വളരെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ആണ് ഉള്ളത്. ഇനി ഒരാളുടെ ജീവൻ നിൽക്കുമ്പോഴോ ഹാർട്ട് നിലയ്ക്കുമ്പോൾ ECG ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് മാറുന്നു.